കഥയൊക്കെ പറയുന്നുണ്ടല്ലോ. ഗൈസ്, അങ്ങനെ ഏഞ്ചൽ ധീരവനിതയായി. ഏഞ്ചലിന് ഇത്രമാത്രം കോൺഫിഡൻസ് ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ല. ഒക്കെ കൊടുത്ത ഡയറോള് നല്ല വൃത്തിക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഓള് വന്നിട്ട് എന്താണ് പറയണതെന്ന്. വന്നിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് വീഡിയോയിൽ, നമുക്ക് നോക്കാം. നീ ആദ്യം കഥ പറഞ്ഞു. അങ്ങനെ നമ്മൾ അടുത്ത ഡയറിലേക്ക് പോവാണ്. അപ്പോൾ അടുത്ത ഡയറിൽ എനിക്ക് യദുവിനാണ് ഡയർ കൊടുക്കാനുള്ളത് കിട്ടിയത്. അങ്ങനെ യദുവിന് കൊടുക്കുന്ന ഡയർ ഇതിൽ ഞാൻ പറയുന്നുണ്ട്, എന്താണ് കൈ പൊക്കിയിട്ട് ഈ ഗ്രൗണ്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം എന്ന് പറഞ്ഞു. അപ്പോൾ അതാവാൻ പറ്റൂല എന്ന് പറഞ്ഞ് അങ്ങനെ വേറൊരു ചാലഞ്ച് കൊടുക്കുന്നുണ്ട് നമ്മളെല്ലാവരും കൂടി. വേറൊരു ഡയർ കൊടുക്കുന്നുണ്ട്. ആ ഡയറിൽ പറയുന്നത് എന്താണ്, അവിടെയുള്ള ഒരു പോളിഷ് യുവതിയുണ്ട്, പോളിഷ് യുവതിൻ്റെ അപ്പം പോയിട്ട് ഫോട്ടോ എടുക്കുമെന്നാണ് പറയുന്നത്. ഇനി ഫോട്ടോ എടുക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളൊരു ഫോട്ടോ എടുത്ത് തരട്ടെ എന്നുള്ളൊരു ഓപ്ഷനാണ് പറയുന്നത്. അപ്പോൾ യദു അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഒന്നും വേണ്ട, അവിടുന്ന് ഇവിടെ വരെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ചോദിച്ചിട്ട് വാ. അങ്ങനെ ഫൈനലി ഗായ്സ് യദു നമ്മളെ ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്തിരിക്കണം, അതായത് ഡയർ ആക്സെപ്റ്റ് ചെയ്തിരിക്കണേ. അവിടെ കാണാൻ പോയി. അങ്ങനെ അടുത്ത നമ്മളെ ഡയർ വരുന്നത് നമ്മുടെ ഡോക്ടറിനാണ്. ഡോക്ടറിനോട് പറഞ്ഞ ഡയർ എന്താ വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഇരിക്കുന്ന 3 പോളിഷ് ഗേൾസിന് പോയിട്ട് അത് നമ്മളെ കയ്യിലുള്ള 3 പേരുടെ കയ്യിലുള്ള ഫ്ലവേഴ്സ് വാങ്ങിയിട്ട് അത് അവിടുത്തെ പോളിഷ് ഗേൾസിന് കൊണ്ടേ കൊടുക്കുന്ന ഒരു സീനാണ് ഡയറായിട്ട് പറഞ്ഞത്. അത് ഇതിൽ കാണുന്നുണ്ട്. ചെങ്ങായിനോട് നമ്മൾ ഫ്ലവർ കൊടുത്തിട്ട് പോരാനാണ് പറഞ്ഞത്. പക്ഷെ ചെങ്ങായി അവിടെ നിന്നിട്ട് പോലെ വളക്കാനാണ് ശ്രമിക്കണത് എന്നൊരു ഡൗട്ട്. മറ്റേ പോളണ്ടിലും കോഴി ഉണ്ടേ സാറേ എന്ന് പറഞ്ഞ മാതിരി. അങ്ങനെ നമ്മൾ ഡോക്ടർ ഇപ്പോൾ വരും വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ പോളിഷ് ഗേൾസ് മൂപ്പരടുത്ത് ഭയങ്കര കമ്പനിയായ രീതിയിൽ, കാരണം അവിടുന്ന് നല്ല ഓരോന്നും തിരിച്ച് ചിരിക്കേണ്ട, മൂപ്പരും കൂടെ സംസാരിക്കേണ്ട, മൂപ്പരം എന്താ ഭാഗം മീനായി പോലെ. അങ്ങനെ ഡോക്ടറിന് കൊടുത്ത ഡയറി ഡോക്ടർ നല്ല വൃത്തിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലോകത്ത് ആദ്യമായിട്ട് ഇത്ര ആത്മാർത്ഥമുള്ള ഒരു ഡയറി ഞാൻ കാണുന്നത്. അങ്ങനെ ട്രൂത്ത് ഓർ ഡയറി ഗെയിമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടുന്ന് പോവാണ്. അപ്പോൾ വൈകുന്നേരം കണ്ടൊരു പാർക്കത്തെ ഒരു വ്യൂ ആണിത്. നല്ല ഫ്ലവേഴ്സും പിന്നെ ആ ഒരു വൈകുന്നേരത്തെ ആ സണ്ണിൻ്റെ ഒരു ലൈറ്റിങ്ങും നല്ല നല്ല ഫോട്ടോസൊക്കെ ഞങ്ങൾ അവിടെ എടുത്ത് അപ്പോൾ വന്നപ്പോൾ ആ ഗെയിമും കാര്യങ്ങൾ കഴിഞ്ഞ് പോകാൻ നേരമായപ്പോൾ ഒന്നുകൂടി അവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പായി. ഞങ്ങൾ വന്നതിനേക്കാളും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. മൊത്തത്തിൽ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു വൈബായിരുന്നു. നമുക്ക് വന്നത് മുതലായി എന്ന് പറയില്ലേ, അങ്ങനെ ആയിപ്പോയി. അപ്പം എന്താണ് ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് റൂമിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ അവിടെ ഒരുപാട് ആൾക്കാർ മറ്റേ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. പാർക്കിൽ നിന്ന് ഇറങ്ങി വന്ന അതേപോലെ തന്നെ തിരിച്ച് നമുക്ക് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. നടന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മെട്രോയിലേക്ക് പോകുന്നത് കോൺട്രാക്ട് ചെയ്യുന്നത് സാഷീസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അതിന് ഞങ്ങൾ വീട് നിൽക്കുന്നത് സാഷീസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അപ്പം അങ്ങനെ ഞങ്ങൾ